നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം കാളികാവിൽ തൊഴിലാളിയെ കടിച്ചുകൊന്ന കടുവയെ പിടികൂടാൻ നടപടികൾ. മയിലാടിയിൽ കുങ്കിയാനകളെ എത്തിച്ച് വനം വകുപ്പ്. മരണക്കെണിയായി റോഡുകൾ. ബാലരാമപുരം ദേശീയപാതയിൽ 2 അപകടങ്ങളിൽ 3 മരണം. തിരുവല്ലയിലും പാലക്കാടും അപകടങ്ങളിൽ വിദ്യാർത്ഥികളടക്കം പരിക്ക്. കോഴിക്കോട് വാഹനാപകടത്തിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പത്തനംതിട്ട റാന്നി മുക്കാലുമണ്ണിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ആത്മഹത്യയെന്ന നിഗമനം. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കം. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ട്രാക്കിൽ യാത്രക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് തൂത്തുക്കുടി സ്വദേശി സെന്തിൽകുമാർ. പ്രതി കുട്ടിരാജ് അറസ്റ്റിൽ. യാത്രക്കിടെ വാക്കുതർക്കമുണ്ടായെന്ന് പ്രതിയുടെ മൊഴി. കലിയിളകി ആനക്കൂട്ടം. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരന് പരുക്ക്. വഴിയോടെ കടകളും തകർത്തു. നെയ്യാർ വനത്തിൽ വാച്ചറെ കാട്ടാന എടുത്തെറിഞ്ഞു. കായംകുളത്ത് കക്കൂസ് മാലിന്യ പ്ലാന്റ് പദ്ധതി വിവാദത്തിൽ. പദ്ധതിക്കെതിരെ ഭരണകക്ഷി അംഗങ്ങളും. പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന് പരാതി. വാനിലയുടെ വില താഴേക്ക്. കൃഷി ഉപേക്ഷിച്ച് കർഷകർ. ഹൈറേഞ്ചിൽ കൃഷി പേരിന് മാത്രം. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങി. കടുവാ ദൌത്യത്തിന് മയിലാടിയിൽ കുങ്കിയാനകളെ എത്തിച്ചു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും കുങ്കിയാനകളും ഈ ദൌത്യത്തിൽ പങ്കാളിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാന കുഞ്ചു ഇവിടെ കരുവാണ മയിലാടിയിൽ എത്തിയിട്ടുണ്ട്. മയിലാടിയിലാണ് വനംവകുപ്പ് സംഘത്തിന് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ആനയെ ഇറക്കുന്നതിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ഉച്ചയ്ക്ക് തന്നെ ഇന്ന് തന്നെ ഈ ഒരു ദൗത്യം തുടങ്ങുമെന്ന് DFO പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുങ്കിയാനയെ എത്തിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കുങ്കിയാനയെ പൊന്നി സുരേന്ദ്രനും ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നാളെയായിരിക്കും. അല്പസമയത്തിനകം തന്നെ ഡോക്ടർ അരുൺ സെക്രട്ടറിയും സംഘവും ഇവിടേക്ക് എത്തിച്ചേരും. ഇന്നിപ്പോൾ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെത്തി അവിടെ ക്യാമറകൾ സജ്ജമാക്കുന്ന നടപടികളായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഈ കടുവ ഗഫൂറിനെ കൊന്നുകൊണ്ടുപോയി ഇട്ട ഇടത്ത് ഒരുപക്ഷെ ദൗത്യ സംഘം ഇന്ന് സന്ദർശിച്ചേക്കും. അവിടെ എത്തി ക്യാമറ ഒരുക്കി വെച്ച് കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനും നടപടികൾക്ക് തുടക്കമിടാനുമാണ് ഇന്ന് ദൗത്യ സംഘം ആലോചിക്കുന്നത്. അരുൺ സെക്രട്ടറി ഇതിനോടകം തന്നെ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. CCF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകളും നടന്നിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ കരുളായിലെ കാളികാവിലേക്ക് എത്തുന്നത്. എന്നാണെങ്കിലും കുങ്കിയാന കുഞ്ചു എത്തിയതോടെ ദൗത്യത്തിന്റെ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ കുങ്കിയാനെ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ രാത്രി വൈകിയ സമയമായതുകൊണ്ട് നടക്കുമോ എന്ന് വ്യക്തമല്ല. മാത്രമല്ല മഴയും മൂടൽമഞ്ഞും ഒക്കെ ഈ ഒരു മേഖലയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നാളെ രാവിലെ പൂർണ്ണമായ തോതിൽ ഈ ഒരു മിഷൻ ആരംഭിക്കുക. നാട്ടുകാർ വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഇന്ന് പകൽ ഉയർത്തിയിരുന്നു. നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു എത്രമാത്രം വൈകാരികമായിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊണ്ട് തന്നെ വനം വകുപ്പും ത്വരിത നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതെല്ലാം കാളികാവിലെ കടുവയെ പിടികൂടാനുള്ള മിഷൻ ഇവിടെ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ആദ്യ ഘട്ടത്തിൽ കുങ്കിയാനയെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഡോക്ടർ അരുൺ സെക്രട്ടറിയും സ്ഥലത്തെത്തും. ഇല്ല
അനുമോദ്, അതുപോലെ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നതാണ്. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിൽ? വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് പകൽ ഉണ്ടായിരുന്നത്. മൃതശരീരവുമായി ആംബുലൻസ് വിട്ടുകൊടുക്കണമെങ്കിൽ ഡിഎഫ്ഒയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഉറപ്പുകൾ, വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുകൾ ലഭിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. MLA AP അനിൽകുമാറും അതേപോലെ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠിയും ഒക്കെ ജനങ്ങളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് നൽകിയത്. അതുപ്രകാരം ഇപ്പോൾ ആനയെയും അതുപോലെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദൗത്യം തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിലൊരു കാലതാമസം വരാൻ പാടില്ല എന്നതായിരുന്നു ഈ ഒരു ജനങ്ങളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരാവശ്യം. അതുപോലെ ഈ ഗഫൂറിന്റെ കുടുംബത്തിനായുള്ള സാമ്പത്തിക സഹായം നാളെ തന്നെ കൈമാറുമെന്നും DFO അറിയിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾക്ക് ഏറെ വൈകാതെ തുടക്കമാകും. കാരണം താൽക്കാലിക ജോലിക്കുള്ള ശുപാർശ ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്ഥിരം ജോലിയാക്കാനുള്ള നിർദ്ദേശം അത് മന്ത്രിസഭയിലും മറ്റും ആലോചിച്ച ശേഷമാണ് തീരുമാനിക്കുന്നത്. അതിനുള്ള നിർദ്ദേശവും ശുപാർശയും നൽകുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഇനി മറ്റൊരു ഗഫൂർ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ ഇരയാകുന്ന അവസാനത്തെ ആളാകണം ഗഫൂർ എന്ന ആവശ്യമാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഈ ഒരു വന്യജീവി ശല്യം കാരണം ഇവിടുത്തുകാർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ വളർത്തുജീവികൾ, അതുപോലെ തന്നെ അവരുടെ മറ്റ് കൃഷിയിനങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വന്യജീവി ശല്യത്തിൽ അവർക്ക് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുവാൻ ഇനി സർക്കാർ ത്വരിതഗതിയിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് തന്നെയാണ് ഇതുവരേക്കുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്നും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വ്യക്തമാണ്. ഇപ്പോൾ കുങ്കിയാന കുഞ്ചു ഇവിടെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഡോക്ടർ ആദിൽ സക്രയെ കൂടി ഇവിടെ എത്തുന്നതിലൂടെ ഈ ദൗത്യ നടപടികൾക്ക് തുടക്കമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് ഒരുപക്ഷെ കൂടുതൽ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുള്ള നടപടികൾക്ക് സാധ്യത കുറവാണ്. ക്യാമറ ഒരുക്കലും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കലും ഒക്കെ ആയിരിക്കും ഇന്നുണ്ടാവുക എന്നാണ് അറിയാനാകുന്നത്. ഇല്ല, മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിലാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നത്. കടുവയെ പിടികൂടാനുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയത്. ദൗത്യത്തിനായിട്ടുള്ള കുങ്കിയാനകളെയാണ് എത്തിച്ചത്. അല്പസമയത്തിനകം തന്നെ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും എത്തും. ഒരുപക്ഷെ നാളെയായിരിക്കും ദൗത്യം തുടങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. CV അനുമോദാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം ഏരൂരിൽ വീട്ടിൽ നിന്നും നാടൻ തോക്ക് പിടികൂടി. ഏരൂർ മണലിൽ സ്വദേശി സജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തോക്ക് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ സൂക്ഷിച്ചതാണെന്നാണ് നിഗമനം. വിനീഷ് ഉണ്ട് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശം? അല്പസമയം മുന്നെയാണ് സജു സാബു എന്ന ആളെ അഞ്ചൽ ഏരൂർ പോലീസ് പിടികൂടിയത്. ഇയാൾ വനമേഖലകളിൽ നാടൻ തോക്കുമായി പോകുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് സജു സാബു പിടിയിലായിരിക്കുന്നത്. കൊല്ലം ഏരൂരിലെ മണലി എന്ന സ്ഥലത്തെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് നാടൻ തോക്ക് പിടികൂടിയത്. വന്യമൃഗങ്ങളെ വേട്ടയാടാൻ സൂക്ഷിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നതും. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വിനീഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ വാഹനാപകടം. ബാലരാമപുരം ദേശീയപാതയിൽ 2 അപകടങ്ങളിലായി 3 മരണം. മൂടൂർപാറയിൽ മിനി ലോറിയും സ്കൂട്ടറും ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ പെരുമ്പഴുതൂർ സ്വദേശികളായ അഖിൽ, സാമുൽ എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന അഭിൻ പരുക്കുകളോടെ ചികിത്സയിലാണ്. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മുടവൂർപാറ സ്വദേശി മനോജാണ് മറ്റൊരു അപകടത്തിൽ മരിച്ചത്. രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം ഉണ്ടായത്. പാലക്കാട് മരുത റോഡിലുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം വണ്ടൂർ സ്വദേശി ജിഷ്ണുരാജാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരുക്കേറ്റ സുഹൃത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കഞ്ചിക്കോട് കിൻഫ്രയിലെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനാണ് മരിച്ച ജിഷ്ണുരാജ്. പാലക്കാട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. കഞ്ചിക്കോടിന് സമീപം കുരുടിക്കാടാണ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 7:30 അപകടമുണ്ടായത്. തിരുവല്ലയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട്
വിദ്യാർത്ഥികളെ അടക്കം ഇടിച്ചു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. ബസിന്റെ ആക്സിൽ ഒടിഞ്ഞ് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കോഴിക്കോട് വാഹനാപകടത്തിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പെരിങ്ങളത്ത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ലോറി പിന്നോട്ടിറങ്ങി തൊട്ടുപിറകെ ഉണ്ടായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരിയായ അശ്വതിയാണ് നിസാര പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കൊല്ലം ചടയമംഗലത്ത് അമിത വേഗതയിൽ എത്തിയ കാർ കാൽനട യാത്രക്കാരനെ ഇടിച്ചിട്ടു. നിർത്താതെ പോയ കാർ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചിതറ കല്ലുവെട്ടാംകുഴി സ്വദേശി സാബുവാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. അപകടത്തിൽ പരുക്കേറ്റ ആറ്റിങ്ങൽ സ്വദേശി 51-കാരൻ ഗോപാലനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. ആനയെ കണ്ട് ഭയന്നോടിയ ഇരുചക്രവാഹന യാത്രികന് പരുക്കേറ്റു. ചിന്നക്കനാൽ സ്വദേശി ഈട്ടിക്കൽ സമാവതിക്കാണ് പരുക്കേറ്റത്. പെരിയ കനാലിൽ വഴിയോര കടകളും കാട്ടാന തകർത്തു. ഒരിടവേളയ്ക്ക് ശേഷം ചക്കക്കൊമ്പന്റെ ആക്രമണം ജനവാസ മേഖലയിൽ രൂക്ഷമാവുകയാണ്. ചക്കക്കൊമ്പന്റെ മുന്നിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികൻ ഇന്നലെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അബദ്ധത്തിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട സമാവതി ഇരുചക്രവാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ 2 തവണ കാട്ടാന ആക്രമിക്കാൻ ശ്രമിക്കുകയും വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വാരിയെല്ലിന് പൊട്ടലും കാലിനും കണ്ണിനും പരിക്കേറ്റിട്ടുമുണ്ട്. ഇയാൾ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആന ആ റോഡിലൂടെ വരുമായിരുന്നു. ഞാൻ പക്ഷെ ആ വളവിൽ കണ്ടില്ല ആനനെ. കാണാതെ ആനയുമായിട്ട് ചെന്ന് സ്കൂട്ടിയായിട്ട് മുട്ടിപ്പോയി. ചെന്ന് വീണു. എഴുന്നിട്ട് ഓടിയ ആന എൻ്റെ പുറകെ എന്നെ ഓടിച്ചു വന്നു. ഞാൻ അവിടെ വീണു. പിന്നെ എന്നിട്ട് ആന കയറി ആൾക്കാരെല്ലാം കൂടെ വന്ന് ഒച്ചപ്പാട് എടുത്തിട്ട് ആന കയറി പോവുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ ചക്കക്കൊമ്പൻ വഴിയോര കടകൾ തകർത്തു. സംസ്ഥാന പാതയിൽ പെരിയ കനാലിന് സമീപം പുതുപ്പെരട്ട് ഭാഗത്താണ് ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. വഴിയോരത്ത് സ്ഥിതി ചെയ്തിരുന്ന 4 കടകൾ ആന തകർത്തു. പൈനാപ്പിൾ സൂക്ഷിച്ചിരുന്ന കടകളാണ് കാട്ടാന തകർത്തത്. 2 മണിക്കൂറോളം റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ചക്കക്കൊമ്പനെ തുരത്തിയത്. ന്യൂസ് 18 ഇടുക്കി. നെയ്യാർ വനത്തിൽ കാട്ടാനയുടെ ആക്രമണം. വനം വാച്ചർക്ക് പരുക്കുപറ്റി. നെയ്യാർ ഡാം സ്വദേശി ബിനുവിനാണ് പരുക്കേറ്റത്. ഉൾവനത്തിലെ ഡ്യൂട്ടിക്ക് പോയ ശേഷം മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു കൊമ്പന്റെ ആക്രമണമുണ്ടായത്. പ്രകോപിതനായ കൊമ്പൻ ബിനുവിനെ വാരിയെടുത്ത് എറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന വാച്ചർമാരായ ബിനു അഗസ്റ്റിൻ, സുരേഷ് എന്നിവർ ചേർന്ന് ആനയെ വിരട്ടി ഓടിച്ച ശേഷം ബിനുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പരുക്കേറ്റ ബിനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടാനപ്പേടിയിലാണ് കൊല്ലത്തിന്റെ മലയോര മേഖല. ചെറുകടവ് വാർഡിലാണ് കാട്ടാന വ്യാപകമായി നാശം വരുത്തുന്നത്. 3 ആഴ്ചയായി ജനവാസ മേഖലയിൽ കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ്. തെന്മല ചെറുകടവിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണിവിടം. ആനശല്യം മൂലം KSFDCയുടെ പറങ്കിമാവിൻ തോട്ടത്തിന് സമീപത്തെ താമസക്കാരാണ് വലയുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഉറങ്ങിയിട്ടേയില്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ഈ നാട്ടിൽ വന്ന് ഇറങ്ങിയ ഈ ഗ്രാമത്തിൽ ഇറങ്ങിയ ആന 11:30 ആയപ്പോഴാണ് ഒരു തെങ്ങ് തള്ളി ഒടിച്ച് ഈ ലൈനിൻ്റെ മുകളിലേക്കിട്ട് 42ഓളം കുടുംബങ്ങൾക്കുള്ള വെട്ടമാണ് ഇന്നലെ രാത്രി 11:15 നഷ്ടമായത്. ചക്ക സീസൺ ആയതോടെ ആനകൾ കൂട്ടമായി എത്തുകയാണ്. മറ്റു കാർഷിക വിളകൾക്കും വ്യാപക നാശം വരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആന പ്ലാവ് വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് തള്ളിയിട്ടിരുന്നു. ഇതോടെ 47 കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഇത് ഗവൺമെന്റ് ഈ ഭാഗത്തേക്ക് ഒരു വേലി നമുക്ക് 10 ഏക്കർ 16 പറ്റിക്ക് ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേലിട്ട് കഴിഞ്ഞാൽ കുറേ ശല്യം അങ്ങ് മാറും. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഈ പ്രദേശ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഇത്തരം ഭാഗത്ത് ജനങ്ങൾക്ക് വേലി അടിയന്തരമായിട്ട് നൽകണമെന്ന വാടം പറയുന്ന രീതിയിൽ എനിക്ക് അതിനകത്ത് അഭ്യർത്ഥനയുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വനം വകുപ്പും KSFDCയും തമ്മിലുള്ള തർക്കവും സ്ഥിതി രൂക്ഷമാകാൻ കാരണമാകുന്നു. ന്യൂസ് 18 പുനലൂർ. പരുത്തിപ്പള്ളി വനമേഖലയിൽ പരിസ്ഥിതി പുനരുജ്ജീവന പ്രവർത്തനങ്ങളിൽ വനം വകുപ്പുമായി കൈകോർത്ത UST.
പദ്ധതിയുടെ ഭാഗമായി 2500 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി പുനരുജ്ജീവനത്തിനായി കേരള വനം വന്യജീവി സംരക്ഷണ വകുപ്പുമായി കൈകോർക്കുന്ന ആദ്യ കമ്പനിയാണ് UST. So this is one of the core activities of Forest Department. പ്രകൃതി വന സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യവുമായാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ് കമ്പനിയായ USTയുടെ പുതിയ ഉദ്യമം. From nature point of view, from environment point of view, നമുക്കെല്ലാം രക്ഷാകവചമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം നേരത്തെ ഇത് ആക്കാൻ പറ്റുമോ, എത്രത്തോളം നേരത്തെ ഇതിനെ റെസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് സ്റ്റേറ്റിന് എന്നുള്ളതാണ്. പേപ്പാർ അണക്കെട്ടിന് സമീപം പരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിലാണ് UST പങ്കാളിത്തത്തോടെ പരിസ്ഥിതി പുനരുജ്ജീവന പദ്ധതി. പേപ്പാറ വന്യജീവി സങ്കേതത്തിന് സമീപം അക്വേഷ്യ മരങ്ങൾ വെട്ടിത്തെളിച്ച 98.5 ഹെക്ടർ വനഭൂമിയിൽ 3 ഹെക്ടറിലായി കിടക്കുന്ന പ്രദേശത്തിന്റെ പുനരുജ്ജീവനത്തിനാണ് ശ്രമം. ഇവിടെ 2500 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കളനിയന്ത്രണം, മരം വെച്ചുപിടിപ്പിക്കൽ, അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് വഴി വനത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുകയും മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. UST വനം വകുപ്പുമായി ചേർന്ന് അവബോധ പരിപാടികളും ശില്പശാലകളും സംഘടിപ്പിക്കും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും ഇതേപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള പലരുടെയും സഹായം കൊണ്ട് 1 ലക്ഷം മരം വെച്ചുപിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ P. പുകഴേന്തി, തിരുവനന്തപുരം DFO A. ഷാനവാസ്, UST ചീഫ് വാല്യൂസ് ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ, UST തിരുവനന്തപുരം സെൻട്രൽ ഹെഡ് ശില്പ മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന കടുവയെ പിടികൂടാനുള്ള നടപടി തുടങ്ങിയ ദൗത്യത്തിൽ അരുൺ സക്കറിയ മാധ്യമങ്ങളെ കാണുന്നു. നൈറ്റ് തെർമൽ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. നൈറ്റും പാരാമ്പുലേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ഫീൽഡ് സ്റ്റാഫ് പാരാമ്പുലേഷൻ ഉണ്ട്. സ്റ്റാഫ് നൈറ്റ് കംപ്ലീറ്റ് റോഡ്സിലെല്ലാം പാരാമ്പുലേറ്റ് ചെയ്യും. നൈറ്റ് ഡ്രോൺ വെച്ചിട്ട് നമ്മൾ തെർമൽ ഡ്രോൺ വെച്ചിട്ടുണ്ട്. കുങ്കി നമുക്ക് ഏറ്റവും സേഫായിട്ട് നമുക്ക് പോകണം. ഇപ്പോൾ പുറത്ത് അടഞ്ഞ കാടാണെങ്കിൽ നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റില്ല. എലഫന്റ് ബാക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുങ്കി അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആവും നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ആനിമലിനെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അതിനാണ് ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ നാരോ ഡൗൺ ചെയ്തിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്നുള്ളത് നോക്കുന്നത്. പിന്നെ ഈ ഫീൽഡ് സ്റ്റാഫ് നമ്മൾ 2-3 ടീമായിട്ടുള്ള ഡാർട്ടിംഗ് ടീമായിട്ട് തന്നെ 3 ടീമായിട്ട് തന്നെ നമ്മൾ ഇറങ്ങും. സംഭവം 3 ടീമായിട്ട്. അല്ലാതെ നമുക്ക് ഇത് ഇമേജ് കിട്ടിയിട്ടില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, ഡാർട്ടിംഗ് ടീമുണ്ട്. 3 ഡാർട്ടിംഗ് ടീം ഉണ്ട്. 3 ഡോക്ടർമാരുണ്ട്. നമ്മൾ പക്മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്മാർക്ക് കിട്ടിയിട്ട് നമ്മൾ ഏകദേശം അഡൽട്ട് ആനിമലായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. സെക്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ്റ്റൻസീവ് ആയിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിബിലിറ്റി കൂടും കാണാം. അതെ. അല്ല, അത് ചില ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആനിമൽസ് ഫോർ എക്സാമ്പിൾ ചില വിട്ട കടുവകളൊന്നും കൂട്ടി കയറുന്നത് സാധാരണ. ഓക്കെ, റിലീസ്ഡ് ആയിട്ടുള്ള ഏത് ടോട്ടൽ ഏരിയ നമ്മൾ സസ്പെക്റ്റഡ് ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള കംപ്ലീറ്റ് ഏരിയയിൽ നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, ക്യാമറ ഷിഫ്റ്റ് ചെയ്യാനനുസരിച്ചിട്ട് എവിഡൻസ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഓണായി ആക്ച്വലി വർക്ക്. ഇന്നിപ്പോൾ അങ്ങോട്ട് പോവാണ്, ക്യാമറ ചെയ്യാൻ വേണ്ടി പോവാണ്. കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അരുൺ സക്കറിയ. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിവരും. തിരികെ വാർത്തയിലേക്ക്. പെരുമ്പാവൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി യുവതിയും യുവാവും പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശികളായ സൈഫുൾ ഇസ്ലാം ഷെയ്ഖ്, ചമ്പ കൗൾ എന്നിവരാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ ട്രാക്കിൽ യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് തെളിഞ്ഞു. ഇടവംതോട് പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി കുട്ടിരാജയാണ് അറസ്റ്റിലായത്. തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. ട്രെയിൻ യാത്രയ്ക്കിടെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം. വാതിലിനോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന സെന്തിൽ കുമാറിനെ കുട്ടിരാജ ആക്രമിക്കാനെത്തിയപ്പോൾ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. സംഭവസമയം മദ്യലഹരിയിലായിരുന്നു പ്രതി. പാലക്കാട് മണ്ണാർക്കാട് കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മണ്ണാർക്കാട് കൈതച്ചിറക്കളത്തിൽ
തൊടി ഗഫൂറിന്റെ അറസ്റ്റാണ് മണ്ണാർക്കാട് പോലീസ് രേഖപ്പെടുത്തിയത്. മറ്റൊരു പ്രതി കൈതച്ചിറ കൊരടിയിൽ സാജൻ ഒളിവിലാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ബിവറേജിന് മുൻപിലുണ്ടായ സംഘർഷത്തിൽ മണ്ണാർക്കാട് കോട്ടോപ്പാടം സ്വദേശി ഇർഷാദാണ് കൊല്ലപ്പെട്ടത്. പത്തനംതിട്ട റാന്നി മുക്കാലുമണ്ണിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സെക്കറിയ മാത്യു, ഭാര്യ അന്നമ്മ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഷൊർണൂർ കവളപ്പാറയിൽ മധ്യവയസ്കയെ വീട്ടിലെ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുള്ളതായി സംശയം. അമ്പലത്തൊടി സ്വദേശി പ്രമീളയാണ് മരിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ മുഹമ്മദ് നിഹാൽ, ആദിൽ എന്നിവരാണ് മരിച്ചത്. 20ഉം 16ഉം വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയിലായിരുന്നു ഇരുവരും കുളിക്കാനിറങ്ങിയത്. പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശനം കൊല്ലം ആശ്രമം മൈതാനിയിൽ ആരംഭിച്ചു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് മന്ത്രി ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. ഇടത് സർക്കാർ കഴിഞ്ഞ 9 വർഷ കാലയളവിൽ ജില്ലയിൽ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന മേളയ്ക്കാണ് കൊല്ലം ആശ്രാമം മൈതാനിയിൽ തുടക്കമായത്. വിജ്ഞാന വിനോദപ്രദമായ കാഴ്ചകളും വേറിട്ട രുചികളുടെ ഫുഡ് കോർട്ടുകളും പ്രദർശന നഗരിയിലുണ്ട്. വിസ്മയ കൗതുക കാഴ്ചകൾക്കൊപ്പം വേറിട്ട കലാപരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായ ചടങ്ങിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോ 48 മാസത്തെ പെൻഷൻ മാത്രമല്ല, അതിന് മുമ്പുള്ളതും കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെ കൊടുത്ത് ഇപ്പോൾ 2-3-4 മാസം കുടിശ്ശിക ഉണ്ടാകുന്ന കുടിശ്ശിക കഴിഞ്ഞ് മെയ് മാസവും കുടിശ്ശിക സഹിതം കൊടുക്കും. അപ്പൊ എല്ലാവരുടെയും എല്ലാ കാര്യവും നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാ രംഗത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്ന പദ്ധതി. അതൊക്കെ നിങ്ങൾക്കറിയാം. ലൈഫ് പദ്ധതി 5.5 ലക്ഷം പേർക്കെങ്കിലും ഇപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ വീട് കിട്ടുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടക്കുന്നത്. വീടുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും സൗജന്യ സേവനങ്ങളും 156 സ്റ്റാളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 96 കൊമേഴ്ഷ്യൽ സ്റ്റാളുകളിൽ വിവിധ വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും ഉത്പന്ന പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 20-ന് പ്രദർശന വിൽപ്പനമേള സമാപിക്കും. ന്യൂസ് 18 കൊല്ലം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,610 രൂപ, പവന് 68,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,095 രൂപ, പവന് 56,760 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ, കിലോയ്ക്ക് 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്.